നമസ്കാരം. പി ദിവ്യയുടെ ജാമ്യം റദ്ദാക്കാൻ ഒരുങ്ങി ഹൈക്കോടതി. നീതിക്കായുള്ള മഞ്ജുഷയുടെ പോരാട്ടം ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതിന്റെ ആദ്യ പടിയാണിത്. മഞ്ജുഷയ്ക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഗീത IAS കൂടി രംഗത്ത് വരുമ്പോൾ ദിവ്യയുടെയും കളക്ടറുടെയും എല്ലാം ഭൂമാഫിയ ബന്ധങ്ങളടക്കം തെളിവുകൾ ഹൈക്കോടതിക്ക് മുന്നിൽ എത്തുകയാണ്. ഇതോടെ ദിവ്യയുടെ രക്ഷകരെല്ലാവരും തന്നെ മാളത്തിലൊളിക്കുമെന്ന് തീർച്ച. ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലെത്തിയത് മുതൽ ഇങ്ങോട്ട് നടന്ന അഴിമതി കുംഭകോണത്തിന്റെ വ്യക്തമായ തെളിവുകളടക്കമാണ് മഞ്ജുഷയുടെ തുടർ നീക്കങ്ങൾ. ഭർത്താവിനെ ഇല്ലാതാക്കിയവരുമായുള്ള പോരാട്ടത്തിൽ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് ഉത്തരവാദിത്തമേറിയ തഹസിൽദാർ തസ്തിക പോലും മഞ്ജുഷ വേണ്ട എന്ന് വെച്ചത്. കണ്ണൂർ മാഫിയ ഇപ്പോൾ ഏറ്റവും അധികം ഭയക്കുന്ന പേര് ഗീത IASന്റേതാണ്. യാതൊരു തരത്തിലുള്ള സ്വാധീനങ്ങളിലും വശംവദയാകാത്ത അവർ നൽകിയ റിപ്പോർട്ട് കണ്ണൂരിലെ CPMന്റെ അടിവേരറുക്കാൻ കേൾപ്പുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ മഞ്ജുഷയുടെ നീക്കത്തിൽ ഗീത കൂടെ പങ്കുചേരുന്നതോടെ CPMന്റെ കണ്ടകശനി തുടങ്ങും എന്നുറപ്പ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ ഭീഷണിയും നെടുവാലൂരിലെ TV പ്രശാന്തനുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയെ തുടർന്നുണ്ടായ സംഭവവുമാണ് ADM K നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് സഹോദരൻ K പ്രവീൺ ബാബു നൽകിയ പരാതിയിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് വേളയിൽ PP ദിവ്യ യോഗത്തിലേക്ക് ക്ഷണിക്കാതെ കടന്നുവന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ട പ്രകാരം പെട്രോൾ പമ്പിന് എതിർപ്പില്ലാ രേഖ നൽകിയില്ല എന്നും അവിഹിത സ്വാധീനമുണ്ട് എന്ന് ബോധ്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പരസ്യമായി അപമാനിച്ചു. തന്റെ സഹോദരൻ അഴിമതിക്കാരനാണ് എന്ന നിലയിൽ വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിക്കുകയും പൊതുസദസ്സിൽ വെച്ച് അപമാനിക്കുകയുമുണ്ടായി. ദിവ്യയ്ക്കും പെട്രോൾ പമ്പ് സംരംഭകൻ പ്രശാന്തനുമെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്നും പരാതിയിലുണ്ടായിരുന്നു. ADMന്റെ ഭാര്യ മഞ്ജുഷയും ദിവ്യയ്ക്കും കളക്ടർക്കുമെതിരായ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. കളക്ടർ ADM ബന്ധം സൗഹൃദപരമായിരുന്നില്ല, അവധി നൽകുന്നതിൽ കടുത്ത രീതിയിൽ നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്നും സ്ഥലംമാറ്റ ഉത്തരവ് ലഭിച്ചിട്ടും വിടുതൽ നൽകാൻ വൈകിച്ചുവെന്നും ഇവർ പറയുന്നു. ഈ വിവരങ്ങൾ നവീൻ കുടുംബാംഗങ്ങളുമായി പങ്കുവച്ചിരുന്നു. സംസ്കാര ചടങ്ങിൽ കണ്ണൂർ കളക്ടറെ പങ്കെടുപ്പിക്കാതിരുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ കളക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖം രക്ഷിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ദിവ്യ, P ശശി, അരുൺ K വിജയൻ എന്നിവരുടെ ബന്ധത്തിൽ കൂടുതൽ തെളിവുകളും ഗീത IASന്റെ റിപ്പോർട്ടിലുണ്ട്. സത്യസന്ധമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ഗീത IASന്റെ ജീവന് പോലും ഭീഷണി ഉണ്ടാവാനുള്ള സാഹചര്യവും ഇവിടെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും തന്റെ ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദിയായവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന ദൃഢപ്രതിജ്ഞയുമായി അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ രംഗത്ത് വരുമ്പോൾ ഈ കേസിൽ ഇനി പല ട്വിസ്റ്റുകൾക്കും കേരള ജനത സാക്ഷിയാകും. ഇതിനിടെ നവീൻ ബാബു സ്ഥിരമായി ഡയറി എഴുതാറുള്ള ആളാണ് എന്ന ഭാര്യയുടെ വാക്കുകളുടെ ചുവട് പിടിച്ചുകൊണ്ടാവും അടുത്ത അന്വേഷണമെന്നാണ് അറിയാൻ കഴിയുന്നത്. നവീന്റെ ഡയറി കുറിപ്പുകളും വീട്ടിലെത്തിയാൽ അദ്ദേഹം തന്റെ എഴുത്തുകുത്തുകൾ നടത്തുന്ന മുറിയുമെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചേക്കും. എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ അതിൽ നിന്നും ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. എന്നാൽ നവീൻ ബാബുവിന്റെ മലയാളപ്പുഴയിലെ വീട്ടിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘം നവീന്റെ ഭാര്യയുടെയും സഹോദരന്റെയും മൊഴിയെടുക്കൽ മാത്രമാണ് നടത്തിയത്. അദ്ദേഹത്തിന്റെ ഫോണിൽ വന്ന നമ്പറുകൾ തിരിച്ചറിയാനും നവീനെ വിളിച്ചവരിൽ അന്വേഷണ സംഘം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് കഴിയാതിരുന്ന നമ്പറുകൾ സംബന്ധിച്ച വിവരങ്ങളും അറിയാനാണ് പോലീസ് ശ്രമിച്ചത്. ഇതിനൊക്കെ പുറമെ യാത്രയപ്പ് ചടങ്ങിനിടെ ദിവ്യ നടത്തിയ ചില പദപ്രയോഗങ്ങളും ഈ കേസിന്റെ വ്യാപ്തി കൂട്ടുന്നവയാണ്. സിവിൽ ഡെത്ത് നേരിടേണ്ടി വരുമെന്ന് നവീൻ ബാബുവിനെതിരെ PP ദിവ്യ നടത്തിയ പ്രയോഗം വളരെ അർത്ഥവ്യാപ്തിയുള്ളതാണ്. വഴങ്ങാത്തവരെ കൊല്ലാൻ ആയുധത്തിന്റെയും അധികാരത്തിന്റെയും മാർഗങ്ങൾ ഒരേപോലെ CPM ഉപയോഗിക്കും. സിവിൽ ഡെത്ത് എന്ന വാക്ക് എവിടെ നിന്നാണ് ദിവ്യയ്ക്ക് കിട്ടിയത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു. നമ്മൾ സാധാരണ എവിടെയും പ്രയോഗിക്കുന്ന ഒരു വാക്കല്ല അത്. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ സിവിൽ ഡെത്ത് സംഭവിക്കും എന്ന് പറയുന്നത് വിട്ടുകളയേണ്ട പ്രയോഗമായി കാണാനാവില്ല. നവീൻ ബാബുവിനെ മാത്രമല്ല, മാഫിയ പ്രവർത്തനത്തിന് വഴങ്ങാത്ത ഉദ്യോഗസ്ഥരെയൊക്കെ ഭീഷണിപ്പെടുത്താനാണ് ഈ പ്രയോഗം ഉപയോഗിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ.